കണ്ടിട്ടുണ്ട്. അവിടെ ആനയൊന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാൽപ്പാറ സീരീസ് ആണ്. അപ്പം നമുക്ക് വീഡിയോ പാക്കലാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സൈഡില് കാണുന്നുണ്ടോ? എടുക്കണ അങ്ങോട്ട് നമുക്ക് തിരിക്കാൻ പറ്റില്ല. കാലം വളർച്ച പിടിക്കുന്നത് ഒടിഞ്ഞില്ല. എനിക്കറിയാം അടങ്ങില്ല പ്രളയം. എന്തെടുക്കും ഞാനോ കേട്ടോ ഓടി പതിയെ പതുക്കെ ഇവിടെ വരുന്നു. വേറെ ആനയുണ്ടാകുന്ന. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ആനേനെ കണ്ടിട്ടുണ്ട്. ഓരോ ആനയൊന്നുമില്ല. ഓടിയുന്നത് നല്ല ഇതായിക്കോട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ആന പെട്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. മച്ചാൻ സൈഡ് മാറി നമ്മളിതാ വീണ്ടും നമ്മുടെ വാൽപ്പാറയിലേക്കുള്ള യാത്ര തുടങ്ങി. എന്തായാലും ചൂട് സമയത്ത് ഒന്നുകൊണ്ടാണ് ആനയെ കാണാൻ പറ്റിയത്. ഗോപുരം എത്രമാത്രം വിസിബിളാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒരു വിധം ഒരു 100-400 മീറ്റർ ലോങ് ആയിരുന്നു. അധികം അടുത്തോട്ട് പോയില്ല, കാരണം സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്തിരി ഡിസ്റ്റൻസിലാണ് നിന്നിച്ചത്. മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കി, ലോങ്ങിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം. പക്ഷേ അതിന് ക്യാമറയിൽ എത്രമാത്രം അത് ക്ലിയർ ആയി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അപ്പം നമ്മുടെ യാത്ര തുടങ്ങി. എന്തായാലും ഇങ്ങാട് നല്ല കൊടും വനമാണ്. അപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മലക്കപ്പാറയുടെ അടുത്തെത്താറായി. നല്ല രീതിയിലുള്ള ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം നല്ല റോഡിൻ്റെ ഓൾമോസ്റ്റും എൻഡാറായിട്ടുണ്ട് കേട്ടോ. കാരണം റോഡ് കണ്ടീഷൻ ഇപ്പോൾ ഇങ്ങാട് കുറച്ച് മോശമാണ്. പിന്നെ ഈ ഭാഗത്ത് നിറച്ച് ആനപ്പിണ്ടോണേ. രണ്ട് സൈഡിലും കൊടും വനം എന്ന് പറഞ്ഞാൽ കൊടും വനം, ഒരു രക്ഷയില്ല. പയ്യെ പോകണം. ഇവിടെ ശരിക്കും സ്പീഡിൽ പോയപ്പാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും, കാരണം റോഡിന് വീതിക്കുറവുമാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ചെറിയ കൊക്ക പോലുള്ള ഏരിയ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഡ്രൈവ് ചെയ്യണം. കൊടും വനം എന്ന് പറഞ്ഞാൽ കൊടും കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത്. റോഡിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിറച്ച് ആനപ്പിണ്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്താണ് കൂടുതലും ആനകളെ കാണാൻ പറ്റുന്നതാണ്. കാരണം നല്ല രീതിയിലുള്ള ആനപ്പിണ്ടം ഈ ഭാഗത്ത് ശരിക്കും കാണുന്നുണ്ട്. ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കാരണം നമ്മളിപ്പോൾ കാട്ടുപുറം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ സേഫ്റ്റി സെറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ ഇതൊരു കാറൊരു ഓപ്പോസിറ്റ് പോയിട്ടുണ്ട്. കാരണം ആന നമ്മുടെ റോഡിൽ നടുക്കായി നിന്നേച്ചത്. എന്തായാലും നമുക്കടെ കണ്ണുകൊണ്ടും കാണാൻ പറ്റി. ക്യാമറയിൽ എത്രമാത്രം വിസിബിളാണെന്നൊരു പിടിയില്ല. എന്തായാലും ഇതിൻ്റെ ഷോർട്സ് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വാൽപ്പാറ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റോഡിൻ്റെ വീതി പിന്നെയും കുറഞ്ഞു. പിന്നെ ഇവിടെ അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഹെയർ പിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ആവുകയാണ്. നല്ല രീതിയിലുള്ള ഹെയർ പിനാണ് കേട്ടോ. എന്തായാലും അതൊരു അടിപൊളി ഫീലായിരുന്നു. അപ്പോൾ നമ്മളിത് പൊക്കി കയറ്റം കയറിക്കൊണ്ടിരിക്കണം. പക്ഷേ ക്യാമറ കൂടെ നോക്കുമ്പോൾ കയറ്റം അത്രയ്ക്ക് വിസിബിൾ അല്ല. എന്തായാലും ഒരു രക്ഷയില്ല. നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ അപ്പുറം ഒന്നാണ് പൂയംകുട്ടി കല്യാണിമണൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ലാത്തത് കൊണ്ട് നമ്മൾ ഒത്തിരി കറങ്ങി പോകണം. ഭാവിയിൽ അങ്ങോട്ട് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിക്കുമെന്ന് എൻ്റെ ഒരു ഐഡിയ. പൊളിക്കുമെന്നായിരിക്കും. കാരണം ആ കല്ലേരിമേടിലും പൂയംകുട്ടിയുള്ളവർക്കും സുഖമായിട്ട് വികസനം ഉണ്ടാവും. ആ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ പൂയംകുട്ടി ഭാഗമൊക്കെ എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ നിന്ന് 20 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉള്ളു. പക്ഷേ റോഡ് വഴി നല്ല രീതിയിൽ കറങ്ങടിച്ച് കൊണ്ടുവരും. 100 കിലോമീറ്റർ മേലെ എങ്ങാണ്ടും കറങ്ങടിച്ച് കൊണ്ടുവരും കേട്ടോ. ഇത് അഴിവാന്ന് തോന്നുന്നു പറ്റി കേട്ടോ. നമുക്ക് കാണാൻ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. പിന്നെ ആനച്ചാലുള്ള ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റോഡിനെ പറ്റിയുള്ള നമ്മുടെ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോൾ ഈ നേരെ കാണുന്ന കാഴ്ച മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാൻ താല്പര്യമുള്ളൂ, ദയവായി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഈ റോഡിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് പറയുന്നുണ്ടേ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. നല്ല ചൂടാണെങ്കിലും അടിപൊളി തണുപ്പിൻ്റെ ഈ ഭാഗത്ത് നല്ല രീതി. ഇപ്പം നമ്മളിപ്പോൾ മലയുടെ ടോപ്പാണ് നമ്മൾ നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന മലയുടെ വ്യൂ ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെയാണ്. ഇവിടുത്തെ മരത്തിൻ്റെ വലിപ്പം നമുക്ക് ഫുള്ളി കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ പൂയംകുട്ടി ആ ഉരുളൻ ഈ മാമലക്കണ്ടം ഏരിയയിലുള്ള ഭാഗത്തുള്ള മരങ്ങളൊന്നും നമ്മൾ മുകളോട് നോക്കിയാലും പോലും മരത്തിൻ്റെ അറ്റം കാണാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും ഇത് എനിക്കൊന്ന് അത്രയ്ക്ക് വലിയ മരമല്ലെന്ന് തോന്നുന്നു ഈ ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നല്ല മറ്റേ മലയുടെ ടോപ്പാണേ. റൈറ്റ് സൈഡിൽ നല്ല കലക്കം വ്യൂ ആണ്. പക്ഷേ ക്യാമറയിൽ അത്രമാത്രം ക്ലിയർ ആണെന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ കയറുന്നത് എയർപിനാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ പ്ലാൻ മങ്കി ഫോൾ വരെയും പോകാൻ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല എത്താൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഇത്തിരി ലേറ്റായി പോയായിരുന്നു. കാരണം കാട്ടാനക്കൂട്ടം നിന്നുകൊണ്ട് കുറച്ച് നേരം നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ചെയ്യേണ്ട വന്നായിരുന്നു. കാരണം കാട്ടാന റോട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്.
എന്തായാലും നമ്മൾ മൃഗങ്ങൾക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മളിങ്ങോട്ട് പോകുന്നത് കേട്ടോ. കാരണം നമ്മളെപ്പോഴും നമ്മളെ വനത്തിൻ്റെ നിയമം പാലിച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യത്തുള്ളൂ. റൈറ്റ് സൈഡിലുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് മാമലക്കണ്ടം ഏരിയയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. മാമലക്കണ്ടം, പൂയംകുട്ടി, കല്ലേരിമേട് ഏരിയ എന്ന് തോന്നുന്നു റൈറ്റ് സൈഡിൽ കാണുന്ന കുറച്ച് അടുത്തടുത്ത്. പക്ഷെ അങ്ങോട്ട് വഴിയില്ല. മലക്കാപ്പാറ എന്നാണ് കൂടുതലും അടുത്ത് വരുന്നത്. ഇവിടെ എവിടെ എങ്ങാണ്ടാണ് നമ്മുടെ അമ്പലപ്പാറ ഐബി ഉള്ളത്. എന്തായാലും അവിടെ താമസിക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. KCB ഒന്ന് പരിചയപ്പെടാൻ നോക്കട്ടോ. റോഡ് ഇവിടെ ഓക്കെയാണ്, പക്ഷേ അത് ഫുള്ളി നല്ല രീതി ആയിട്ടില്ല. കാരണം ചില ഭാഗത്തൊക്കെ വെട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചില ഭാഗത്തൊക്കെ പുല്ല് കുറേ കിടക്കുന്നുണ്ട്. ആൾക്കാർ തീയിട്ട് കത്തിയൊക്കെ കണ്ടായിരുന്നു. നല്ല ചൂട് സമയത്താണ് കാട്ടുതീ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. കാരണം ഉണങ്ങി കിടക്കണ കത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വന്നിട്ട് നല്ല ചൂടുണ്ടെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. പക്ഷേ ഈ കാട്ടിലെ ഷെയ്ഡാണ് നല്ല കിടിലൻ തണുപ്പാകുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ തണുപ്പ് കിട്ടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ വന്നത് മാർച്ച് മാസം ഓർമ്മയുണ്ടോ. ചൂട് സമയത്താണ് നമ്മൾ ഈ ട്രിപ്പ് പോയത്. അടിപൊളി തന്നെയായിരുന്നു, ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം നല്ല മുകളിലെ ടോപ്പ് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് ഇടലും കൊക്കയുണ്ട്, ഒരു രക്ഷയില്ലാത്ത കൊക്കയാണ്.
ഇപ്പോൾ നമ്മളൊരു അടിപൊളി വ്യൂ പോയിന്റ് അപ്പം നമ്മൾ എടുത്താണേ. എൻ്റെ അമ്മോ, എയർപിനാണല്ലോ അപ്പം നമ്മൾ കയറി വന്നത്. എയർപിനാണ് കയറിയത്. ഫ്രണ്ട്സ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മല എനിക്ക് തോന്നുന്നത് നമ്മുടെ കല്ലരിമേട് പൂയംകുട്ടി ഏരിയ ഒക്കെ ആയിരിക്കണം. കുട്ടമ്പുഴ പൂയംകുട്ടി മാമലക്കണ്ടം ഏരിയ ഒക്കെ ആയിരിക്കണം. ഒരു രക്ഷയില്ല, നല്ല പൊളി വൈബാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല കിടുക്കാച്ചി വ്യൂ ആണ്. അതുപോലെ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹെവി എയർപിന്നാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. പക്ഷേ റോഡ് ഇത്തിരി സൂക്ഷിച്ചും കണ്ടും പോവുക. കാരണം കണ്ട ലെഫ്റ്റ് സൈഡിലേക്കുള്ള ക്രാഷ് കാരിഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ആയതുകൊണ്ട് ചില ഭാഗത്തേക്ക് ഉള്ളത്. അതുകൊണ്ട് വളരെ വളരെ കയറി ഈ ഭാഗത്തൊന്നും ആന ഇറക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ ആനപ്പിണ്ടമൊന്നും റോഡ് സൈഡിൽ കണ്ടില്ലായിരുന്നു. കാരണം നല്ല കുത്തനെ കയറ്റണം നമ്മളിപ്പോൾ കയറുന്നുണ്ടോ. നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ എയർപിൻ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത വൈബ്. റൈറ്റ് സൈഡിലത്തെ വ്യൂ ഇപ്പോൾ കണ്ടോട്ടോ. നേരത്തെ ലെഫ്റ്റ് ആയിരുന്നു, ഇപ്പോൾ റൈറ്റ് സൈഡായി. കണ്ടോ, നോക്കിക്കോട്ടെ നിങ്ങൾ. പക്ഷേ ക്യാമറയിൽ അത് ക്ലിയർ ആവുമൊന്നുമില്ല. പൊളി വൈബ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. എൻ്റെ പൊന്ന് മച്ചാന്മാരെ, നിങ്ങൾ ഈ റൂട്ട് ട്രൈ ചെയ്തിട്ടോ. ഈ ചൂട് സമയത്താണ് വരേണ്ടത്. കാരണം കാട്ടുമൃഗങ്ങളെ കാണാൻ ചാൻസ് കൂടുതല. എന്തായാലും നമ്മൾ വന്നിട്ട് പുലിക്കുട്ടനെ കാണാൻ പറ്റില്ലായിരുന്നു. കാരണം പുലികളെ രാവിലെ റയറായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇവിടെ ആനപ്പിണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തും ആനകൾ കവർ ചെയ്യുന്ന ഏരിയയാണ്. ആനപ്പിണ്ടം കണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലാത്ത കാട്. എന്നാൽ നല്ല പൊളി വൈബും നല്ല തണുപ്പാണ് ഈ ഭാഗത്ത്. ഒന്നും പറയാൻ പറ്റില്ല. ചൂട് അറിയുന്നേ ഇല്ല. സമയം ഒരു 12:30 കിടന്നാണ് ഇപ്പോൾ ഏകദേശം. ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ കയറ്റം കയറി ഓൾമോസ്റ്റ് നല്ല ടോപ്പ് വ്യൂ ആണ്. നല്ല ഹെവി എയർ പിന്നാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല പൊളി വൈബും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടി തന്നെ KCBയുടെ ലൈനും പോകുന്നത് കാണാൻ പറ്റിയായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ആൾതാമസം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ഇവിടെ വീട് അങ്ങനെയൊന്നും കണ്ടില്ലായിരുന്നു. എന്തായാലും കാട് ഉണങ്ങി വരണ്ട കിടപ്പുണ്ടായിരുന്നു. നല്ല ചൂട് സമയതുകൊണ്ട് ഇപ്പം എന്ന് വെച്ചാൽ തണുപ്പിന് യാതൊരു കുറവുമില്ല. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു കിടക്കാച്ചി മലയുടെ ഒരു വ്യൂ കിട്ടി. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ റൈറ്റ് സൈഡിലുള്ള വ്യൂ വേറെ ലെവലാണ്. പക്ഷെ ക്യാമറയിൽ നമ്മൾ ഒരു പരിധിയുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു കിടക്കാച്ചി ക്യാമറ മേടിച്ചിട്ട് അടിപൊളിയായിട്ടെല്ലാം ഷൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇങ്ങാട് റോഡിൻ്റെ വീതി ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്തോളട്ടോ. നേരെയാണെങ്കിലും നമ്മൾ പതുക്കെ ഒരു 30-40 കിലോമീറ്റർ പോയാലും സേഫ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില ഭാഗത്ത് നല്ല രീതിയിൽ പൊടിയുണ്ട്. കണ്ട, പെട്ടെന്നാണ് നമ്മുടെ എയർപിന്നിൻ്റെ വളവ് വരുന്നത്. അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് പോകാം കേട്ടോ. ടോപ്പ് ഗിയറിൽ പോവുകയേ ചെയ്യരുത്. കാരണം നമ്മുടെ വണ്ടി പിടിച്ചെടുത്ത് നിൽക്കത്തില്ല, തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. നമുക്ക് നമ്മുടെ മലയുടെ ടോപ്പിലൂടെയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ മലയുടെ ടോപ്പ് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഷോലാർ ഡാമിൻ്റെ അടുത്ത് എത്താറായി. കണ്ട KCBൻ്റെ പോസ്റ്റ് വേഗനുണ്ട്. എന്തായാലും സമ്മതിക്കണം. അപ്പോൾ ഇവിടെ ആൾതാമസമുള്ള ഏരിയ എന്ന് തോന്നുന്നു. പക്ഷേ വീടുകളോ ബിൽഡിങ്ങോ ഒന്നും കണ്ടായിരുന്നു. കാരണം ട്രൈബൽസ് കോളനിയൊക്കെ ആയിരിക്കണം. അങ്ങനെ നമ്മളിതാ മലയുടെ വീണ്ടും നമ്മുടെ ടോപ്പ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എയർപിന്നാണ് കയറണം എന്നുള്ളത് പൊളിയല്ലേ. എന്താ ഇതിനെക്കാട്ടും വലിയ എയർപിന്നുള്ള നമ്മുടെ മങ്കി ഫോളാണ് വാൽപ്പാറ ഭാഗത്തുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിലെ വ്യൂ പൊളി. അപ്പം നമ്മൾ ഈ പാർട്ട് വൈൻഡപ്പ് ചെയ്യുവാണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.